എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എ ലൈഫ് സ്റ്റൈൽ വർത്ത് ഓഫ് സൗണ്ട് ഡോക്ടറിൻ, സത്യോപദേശത്തിന് യോഗ്യമായ ജീവിതം, തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നാം പഠിക്കുകയാണ്. 3:4 ഒന്ന് വായിക്കാം. തീത്തോസ് 3:4 എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാൽ അല്ല. താങ്ക് യു ജീസസ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ കാലം അതേപോലെ ദൈവം ഞങ്ങൾ ഇതിന് വചനം പഠിക്കുവാൻ ദൈവം ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ സംസാരിക്കണമേ. ആദ്യ കർത്താവെ, ആത്മീയ മർമ്മങ്ങളെ ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ എന്നപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഓരോ വാക്കുകളും ഓരോ പദപ്രയോഗങ്ങളും ദൈവമേ ഞങ്ങൾ അത് എടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ സ്തോത്രം, ഞങ്ങൾക്കതിൽ അനേക ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുവാനിടയാക്കണമേ. ലീഡ് ചെയ്യുന്ന സാറാമ, തിരുവനന്തപുരം വായിക്കുന്ന ബിജു സൗരി, അത് പണ്ണമ സൗരി, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കടന്നിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ ഞങ്ങളുടെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ചില 2-3 ആഴ്ചയായിട്ട് സ്തോത്രം ഈ 3:4 വായിച്ച ഭാഗവും സ്തോത്രം അതെല്ലാം ചേർത്ത് നമ്മൾ കൂടുതലും പിന്നെ 3:3 പറയുന്നതായ കാര്യങ്ങൾ, പ്ലഷേഴ്സ്, ലസ്റ്റ് ആൻഡ് പ്ലഷേഴ്സ്. അത് ലസ്റ്റ് ആൻഡ് പ്ലഷേഴ്സ് എന്ന് പറയുമ്പം പല ജീവിതത്തിൽ നമ്മൾ വിശ്വാസികളായിരിക്കുന്ന പലരും നമ്മൾ അഭിമുഖീകരിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അത് ടച്ച് ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണമാക്കിയിട്ടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ 3:4 ഒന്ന് വരികയാണ്. ഇടയ്ക്ക് നമ്മൾ 3:3 പോകും. ലസ്റ്റ് ആൻഡ് പ്രഷേഴ്സ് എന്നുള്ളത് കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കുന്ന 3:4. But after that the kindness and love of God our Savior toward man appeared. അഞ്ചുകൂടെ വായിക്കണം. ഏതാ വായിച്ചത്? എന്തോ 4. But after that the kindness and love of God our Savior toward man appeared, not by works of righteousness which we have done, but according to His mercy He saved us by the washing of regeneration and renewing of the Holy Spirit. ഇവിടെ പറയുന്നത് after that the kindness and love of God our Savior toward man appeared. അതെ, 3:4 ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് എന്ന് പറയുമ്പം ആദാമും ഹവ്വായും പാപം ചെയ്തതിന് ശേഷം, ആഫ്റ്റർ ദാറ്റ്, ഓക്കെ, മനുഷ്യൻ്റെ മാൻകൈൻഡ്, അവരുടെ മനുഷ്യൻ്റെ രീതി, കണ്ടീഷൻ എല്ലാം മാറി. ദൈവത്തിൻ്റെ സ്വരൂപത്തിലായിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ആദാമിൻ്റെ സ്വരൂപത്തിലോട്ട്, മനുഷ്യൻ്റെ രൂപത്തിലോട്ടായിപ്പോയി. അപ്പോൾ ഇവിടെ അതെ, ഏദൻ തോട്ടത്തിൽ വീഴ്ചയ്ക്ക് ശേഷം സംഗതി മാറി എന്നുള്ളതാണ്. സോ അപ്പം ആഫ്റ്റർ ദാറ്റ് മീൻസ് ദ ഐഡിയ ഈസ് ദാറ്റ് മാൻ ഈസ് സോ helplessly lost, so hopelessly bound by the darkness of sin, so hopelessly held captive by devil ആണ്. സ്തോത്രം. അതാ സംഭവിച്ചത്. അപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിലേക്കും പാപത്തിൻ്റെ കെട്ടുകളിലേക്കും അതായത് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡെവിളാണ് പിന്നെ ബൈൻഡ് ചെയ്യുന്നത്. So there is no way that he could extricate himself from his terrible dilemma. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല, ഒക്കത്തില്ല. കുറ്റവാളിയെ വിമുക്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിളാണ്. അല്ല, കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ കുറ്റകൃത്യം അതങ്ങനെ കിടക്കും, നമുക്കറിയാം. സ്തോത്രം. So if anything was to be done, God would have to initiate the effort altogether on his part.
അല്ല, ദൈവമക്കളൊന്ന് ഒന്ന് ഗാഠമായി ഡീപ്പായി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. നമ്മൾ പരീക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തന്നെയാണ്, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കുമ്പം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം തന്നെയും ദാവീദിനെ പോലെ പാപം ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാപം ചെയ്തെന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. ഓക്കെ, പാപം ചെയ്തു, ഏതെങ്കിലും ഒരു പാപം ചെയ്തു, പിന്നെ നമുക്കത് റിഗ്രറ്റ് ചെയ്യാമെന്നുള്ളതല്ലാതെ അതിനെ എങ്ങനെ തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒക്കത്തില്ല. ഇറ്റ്സ് എ വെരി ഇമ്പോസിബിളായ കാര്യമാണ്. പക്ഷെ ദൈവമാണ് അത് ചെയ്യുന്നത് സ്തോത്രം. അത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലോട്ട് എറിയുന്നത്. എങ്കിലും നമ്മുടെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയത്തെ മതിക്കുക എന്ന് പറഞ്ഞതിന് കാരണം ഓർമ്മപ്പെടുത്തിക്കുന്നു. അവിടെ കർത്താവേ, ഞാനത് ചെയ്തല്ലോ, എനിക്കത് പിന്നെ ഇപ്പം തന്നെ പത്രോസ്, നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമ്മൾ അതിനുശേഷം അവിടെ വായിക്കുമ്പം അഭിഷേകം പ്രാപിച്ചു, ആളങ്ങ് മാറി. പക്ഷേ എങ്കിലും പത്രോസിൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരാളാണല്ലോ എന്ന് ചിന്തിക്കാതിരിക്കത്തില്ല. ഉണ്ട് കാര്യം. പൗലോസ് തന്നെ പറഞ്ഞു, ഞാൻ പാപികൾ ഒന്നാമനാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. അതായത് സ്തെഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്നു, അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ താൻ. അപ്പം അതെപ്പോഴും ഇങ്ങനെ ഹൃദയത്തിൽ വരട്ടെ. ദൈവത്തോടുള്ള നമുക്ക് അവൻ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു തന്ന് നമ്മളെ അവൻ്റെ കൃപയിൽ നിർത്തുന്നത് ഓർക്കുമ്പം നമ്മളത് ഓർത്തതിൽ തെറ്റാണെന്നല്ല അല്ല. സോ ഇൻഫാക്ട് man was even dead while he lived, dead in trespasses and sins. അത് നമ്മൾ വായിക്കുന്നത് തീർച്ചയായിട്ടും 3:4 വായിച്ചത്. And after that, but after that ചിന്തിക്കണം. അല്ലേ, kindness and love of God. The kindness and love of God, our Savior, to where man appeared. Hallelujah. So that presents Christ himself and what Christ did by dying on the cross to redeem lost humanity ആണ്. അപ്പോൾ അവൻ സ്തോത്രം, അപ്പോൾ Christ appeared, he presented himself. ഇപ്പം നമ്മൾ ഒരു ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരാളാരെങ്കിലും ഒരു കുറ്റം ചെയ്തു, കൊലപാതകമോ എന്തെങ്കിലും വലിയ ഒരു മാരകമായ ഒരു കുറ്റം ചെയ്തു, ആ ആളെ വിടുവിക്കാനായിട്ട് നമ്മൾ ജീവൻ കൊടുക്കുമോ? കോടതിയിൽ ചെന്ന് നമ്മളാരും ചെയ്യത്തില്ല. കോടതിയിൽ ചെന്ന് ആൾക്ക് വേണ്ടി എന്നെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ആളെ വിടുകയെന്ന് പറയുന്നത് അസാധാരണമായൊരു കാര്യമാണ്. ഇവിടെ കർത്താവായ യേശു നമ്മളോട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ തെറ്റിനെ അവൻ ഏറ്റെടുത്തു, അവൻ എഴുതി തള്ളി. ഭയങ്കരമായ ഒരു പ്രക്രിയയാണ് അത് സംഭവിച്ചിരിക്കുന്നത്, ഓർക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് the kindness and love of God, our Savior, to where appeared. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അത് സേവിയർ സ്തോത്രം. So how the kindness and love of God are extended to the human race. അതെ, സ്തോത്രം. സേവിയർ, അതായത് സേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ് ദ ഗ്രേറ്റ് റിഡംഷൻ പ്രോസസ് ഹി ക്യാരിഡ് ഔട്ട്. റിഡംഷൻ പ്രോസസ്, സ്തോത്രം, അത് വലിയൊരു കാര്യമാണ്. ദൈവമക്കൾ നാം ഇതൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് അറിയാമല്ലോ. നമ്മൾ ദൈവമക്കളാണ്, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, സ്തോത്രം. ഇനി 5-ാം വാക്യം വായിക്കാം. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, ആമേൻ, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നമ്മൾ ഈ
ഈ അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെ വായിക്കുമ്പോൾ we have the great plan of salvation given here in simple terms. നമുക്ക് കാണാൻ പറ്റും. വേണത് വായിക്കും, നല്ലതായിരിക്കും. 4 മുതൽ 7 വരെ ഒന്ന് വായിക്കാൻ സൗകര്യം. 4 മുതൽ 7 വരെ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും വെച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ആമേൻ. ആമേൻ. അല്ല, നമ്മൾ വായിച്ച് സ്പീഡിൽ വിടും. ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് വായിക്കും സൗകര്യം. But after that the kindness and love of God our Savior toward man appeared, not by works of righteousness which we have done, but according to His mercy He saved us by the washing of regeneration and renewing of the Holy Ghost, which He shed on us abundantly through Jesus Christ our Savior, that being justified by His grace, we should be made heirs according to the hope of eternal life. Amen. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ ഓർഡർ നമ്മൾ ചില നമ്മൾ മനസ്സിരുത്തി ക്രമേണ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാലേ അത് മനസ്സിലാക്കും. അതായത് ദ ഓർഡർ എലിമിനേറ്റ്സ് എനി തോട്ട് ഓഫ് സാൽവേഷൻ. അതായത് നമ്മൾ 4-5 വാക്യത്തിൽ പേഴ്സണൽ മെറിറ്റ് ആൻഡ് മാഗ്നിഫൈ ഗോഡ്സ് സോവറിൻ ഗ്രേസ്, 5 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അതായത് എക്സ്റ്റെൻഡിങ് ദ ഗ്രേറ്റ് പ്ലാൻ ഓഫ് സാൽവേഷൻ. ഇവിടെ നമ്മൾ അതായത് നമ്മൾ വായിച്ചത് വർക്ക്സ് ഓഫ് റൈറ്റിയസ്നെസ്, നോട്ട് ബൈ വർക്ക്സ് ഓഫ് റൈറ്റിയസ്നെസ് വിച്ച് വി ഹാവ് ഡൺ. നമ്മൾ നല്ല കാര്യം ചെയ്തതിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല നാം വീണ്ടെടുക്കപ്പെട്ടത്. അല്ല works of righteousness, not by works of righteousness which we have done. Hallelujah. അപ്പം അതിൽ കൂടിയല്ല നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോളീസ് ടോക്കിംഗ് അബൌട്ട് ദ വാനിറ്റി ഓഫ് എനി ഹോപ്പ് ഓഫ് man that he might merit the grace of God. So nothing we can place Almighty God under obligation to us. But salvation എന്ന് പറയുന്നത് is not by works, but wholly of grace. അതെ, കരുണയാലാണ്, കൃപയാലാണ്. ഇപ്പം നാം കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച അമ്മണിക്കുട്ടി ലീഡ് ചെയ്ത അമ്മണിക്കുട്ടിയില്ല അന്നമസോരിൽ ഇപ്പം നമ്മൾ കൃപാസനത്തിൽ ഇപ്പം ഇരിക്കുകയാണ്. ഇനി അവൻ പിന്നെ ന്യായാസനത്തിലേക്ക് കടന്നു വരും. ഇനി സ്റ്റേജ് മാറാൻ പോവുകയാണ്. ഇപ്പം കൃപാസനത്തിൻ്റെ കീഴിൽ നമ്മളിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിന് ശേഷം ലോകത്തെ വിധിക്കാൻ അവൻ ന്യായാസനത്തിലേക്ക് അവൻ മാറും. ഒരു ജഡ്ജിയായി വരാൻ പോവുകയാണ്. ഇപ്പം സ്നേഹത്തിൻ്റെ അധിപതിയാണ്, സ്നേഹത്തിൻ്റെ രാജാവാണ്. അല്ലേ, സകലവും. അപ്പം ഇപ്പോഴാണ് ഇത് നല്ല അവസരം, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്തോത്രം. നോഹയുടെ കാലത്ത് 120 വർഷം നോഹ പ്രസംഗിച്ചു. അതിന് നല്ല അവസരമായിരുന്നു, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ ജനങ്ങളത് നഷ്ടമാക്കി. ഇപ്പം നമുക്ക് നമ്മുടെ ഈ തലമുറയിൽ നമ്മളിപ്പോൾ ഇത് കേൾക്കുന്നു. നമുക്ക് മുമ്പുള്ള 100-200 വർഷം മുമ്പുള്ള തലമുറയെന്ന് എടുത്ത് നോക്കിയിട്ട് അവർക്കിതുപോലെ ഈ ബോസിംഗ് സഭയിൽ കേൾക്കുന്ന പോലെ അല്ലെ ഫോൺ ഓണാക്കി വെച്ച് വചനം കേൾക്കാനൊക്കെ ഉള്ളതായ അന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഇല്ലായിരുന്നു. എന്നാൽ ദൈവം അതാത് സമയങ്ങളിൽ ചെയ്യേണ്ട രീതി ചെയ്തിട്ടുണ്ട്. സോ we do some things we think are good and we think to earn something from God. And reality,
ഇറ്റ് ഹാസ് ദ വെരി ഓപ്പോസിറ്റ് എഫക്റ്റാണ്. നാം എന്ത് നന്മ പ്രവൃത്തി ചെയ്താലും അത് ഒരിക്കലും അതിനെ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. നമ്മുടെ പാപത്തെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പറ്റത്തില്ല. അതെന്ത് വില കൊടുത്താലും അത് സാധിക്കത്തില്ല. ദ വർക്ക്സ് ഓഫ് റൈറ്റസ്നെസ് നമ്മുടെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ ആണ്. സോ ഹല്ലേലൂയ, റൈറ്റസ്നെസ്. അവിടെ ഈ 5-ാം വാക്യത്തിൽ ഒരു വാക്യം ഞാൻ നോക്കുമായിരുന്നു. ചില പദപ്രയോഗങ്ങളിൽ കൂടി സ്തോത്രം, റീജനറേഷൻ. 5-ാം വാക്യത്തിൽ ഒരു വാക്കുണ്ടല്ലോ, ബൈ ദ വാഷിംഗ് ഓഫ് regeneration and renewing of the Holy Ghost. റീജനറേഷൻ മലയാളത്തിൽ എങ്ങനെയാണ് സൗകര്യം കിടക്കുന്നത്? അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. റീജനറേഷൻ എന്നുള്ള വാക്ക് മലയാളത്തിൽ ഇവിടെ ആഴ്ചയിൻ്റെ അർത്ഥം പുനർജീവനം എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ റീജനറേഷൻ എന്നുള്ള വാക്കിവിടെ കിടപ്പുണ്ട്. 6-ാം വാക്യത്തിലുണ്ട് പുനർജനസ്നാനം. ഓക്കെ, 6-ാം വാക്യത്തിലുണ്ട് അല്ലേ? അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഓക്കെ, സ്തോത്രം. പുനർജനന സ്നാനം അവിടെ ഏതാ വാക്യം വായിച്ചത്? 6-ാം വാക്യം. 6-ാം വാക്യത്തിൽ ഒടുവിലാണ് പുനർജന സ്നാനം കൊണ്ടുവന്നുള്ളത്. പക്ഷെ എൻ്റെ ബൈബിളിൽ അങ്ങനെ ആ ഒരു വാക്കില്ല. അതാണ് ഞാൻ നോക്കിയത്. എൻ്റെ ബൈബിളിൽ കിടക്കുന്ന എങ്ങനെയാണെന്നറിയോ? നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് വീണ്ടും പുനർജന്മ സ്നാനം എന്നുള്ള അത് ബെനോസയുടെ ബൈബിള് ഇത് പുതിയതാണോ അതോ? ഓക്കെ, അല്ല അപ്പൊ അത് നോക്കിട്ട് കണ്ടില്ല. അല്ല, ഞാനിവിടെ ഉണ്ടാക്കിയപ്പോ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിച്ചത്. ഓക്കെ, ആക്ച്വലി റീജനറേഷന്റെ അർത്ഥം പുനർജന്മം എന്നുള്ളതാണ്. അല്ലെ, പുനർജീവനം എന്നുള്ളതാണ്. യെസ്, ഓക്കെ. അപ്പം ഓക്കെ, അതും മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാര്യം ബൈബിള് എഴുതി വരുമ്പം ഇപ്പോൾ ഒരുപാട് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. ചിലതൊക്കെ കൊള്ളാം, മനസ്സിലാക്കാനൊക്കെ നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ബൈബിള് ഒറിജിനലി മലയാളം ലാംഗ്വേജിൻ്റെ ഉദാഹരണം എടുക്കും. ചില പല പദപ്രയോഗങ്ങൾ പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എഴുതുന്നുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഓക്കെ, ഒരു കാര്യം, എസ്തേറിന്റെ പുസ്തകത്തിൽ ഇന്ത്യയെക്കുറിച്ച് എഴുതിയ ഹിന്ദു ദേശം എന്ന് എഴുതിയേക്കുന്നത് ഹിന്ദു ദേശം ആണ്. അതിപ്പം മലയാളം ബൈബിളിൽ ഇന്ത്യൻ ആക്കി. ആക്ച്വലി ഹിന്ദു ദേശം എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് പദപ്രയോഗം. അതതിൻ്റെ കറക്റ്റ് ഇന്ത്യയാണ്. ഹിന്ദു ദേശം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ ഇന്ത്യ എന്നാണ് സമ്മതിച്ചു. പക്ഷെ അതിന് വ്യാപകമായ അർത്ഥമുണ്ട്. ഹിന്ദു ദേശം തന്നെയായിരുന്നു ഹിന്ദു ദേശം. ഇത് നമുക്കറിയാലോ, AD ചരിത്രത്തിൽ കൂടി നമ്മൾ പഠിക്കുമ്പം സെന്റ് തോമസിന്റെ കാലശേഷമാണല്ലോ ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ അതിനു മുമ്പ് BC എത്രയോ രാജാക്കന്മാരോട് ഭരിച്ചു. ഹിന്ദു ദേശമല്ലേ. ആ എഴുതിയ കാലഘട്ടത്തിൽ എസ്തേറിന്റെ കാലഘട്ടത്തിലൊക്കെ അത് ഹിന്ദു ദേശമായിട്ട് അറിയപ്പെടുന്നത്. അതായത് കറക്റ്റ് വേഡിങ്. അപ്പൊ അത് ഇപ്പൊ ഇന്ത്യ എന്നാക്കിയിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒറിജിനലിൽ എഴുതിയിരിക്കുന്നതാണ് അത്. ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളവരെ എടുക്കാം. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സോ ഹിയർ the manner in which this statement is made, telling us the regeneration is actually a washing. പുനർജനനം. Hallelujah.
നമ്മൾ 1 കൊരിന്ത്യർ 6:11 വായിച്ച്. 1 കൊരിന്ത്യർ 6:11. നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ആ റീജനറേഷന്റെ അർത്ഥമാണ് ഇവിടെ കിടക്കുന്നത്. കഴുകി ശുദ്ധീകരണവും നീതീകരണവും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാറ്റസ് കണ്ടോ? കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കളെ, നമ്മളെന്താണ്, സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ടല്ലോ. സോ ഇവിടെ നമ്മൾ വായിച്ച ഇംഗ്ലീഷ് വേർഡിൽ റീജനറേഷൻ. ഇൻ റീജനറേഷൻ ദർ ഈസ് എ ക്ലീൻസിങ് ഇൻ ദാറ്റ് എ ന്യൂ ലൈഫ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ബിലീവിങ് സിന്നർ. അതായത് ഇപ്പം പറഞ്ഞ പോലെ എന്തോ നീതീകരണവും ശുദ്ധീകരണവും റീജനറേഷൻ. ഹല്ലേലൂയ. ഞാൻ ഇത് നമ്മളിത് ഒരുപാട് നോക്കുമ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ പറ്റില്ല. ഞാൻ ഒരു സ്പീഡിൽ പോവുകയാണ്. ശരി, നമുക്ക് ഓക്കെ. ഇനി 6 വാക്യം വായിക്കാം. 3:6. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. പുനർജനന സ്നാനം കൊണ്ടും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ഇരിക്കുന്ന എങ്ങനെ? 6 വാക്യം. അത് കൂടുതലും പറഞ്ഞേക്കുന്നത്, നോട്ട് ബൈ വർക്ക്സ് ഓഫ് റൈറ്റിയസ്നെസ് which we have done, but according to his mercy he saved us by the washing of regeneration and renewing of the Holy Ghost, which he shed on us abundantly through Jesus Christ our Savior. 6 വാക്യത്തിലെ which he shed on us abundantly. Which we shed on us abundantly through Jesus Christ our Savior. Abundantly. ഹല്ലേലൂയ. അതെ, ഇനി ഞാനിതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അബൻഡന്റ്ലി. സ്തോത്രം. ഹല്ലേലൂയ. 7 വാക്യം വായിക്കാം. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഇനി 7 വാക്യം ഇംഗ്ലീഷിൽ നിന്ന് വായിക്കും. സോറി. Being justified by his grace, we should be made heirs according to the hope of eternal life. That being justified by his grace. അപ്പോൾ നമ്മൾ justification by faith. Oh, glory. Hallelujah. We should be made heirs according to the hope of eternal life. അപ്പോൾ ഈ ബൈബിൾ വാക്യം 2-3 രീതിയിൽ നമുക്കതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, പിന്നെ ദ ഗ്രേസ് ഓഫ് ഗോഡ്, പിന്നെ നമ്മളോട് വായിക്കുന്നത് ഹെയർസ് ഓഫ് എറ്റേണൽ ലൈഫ്. അതിലെ 3 കൂട്ടക്കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അതായത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഹെയർസ് ഓഫ് എറ്റേണൽ ലൈഫ്. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, ആമേൻ, ഹല്ലേലൂയ. എറ്റേണൽ ലൈഫ്, ഹല്ലേലൂയ. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ദ ഹോപ്പ് ഓഫ് എറ്റേണൽ ലൈഫ്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഹല്ലേലൂയ. നമ്മളിപ്പം വിശുദ്ധന്മാരായിരിക്കുന്ന നാം ഇപ്പം എറ്റേണൽ ലൈഫ് ആണ് ആഗ്രഹിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട് ദൈവമക്കളായിട്ട് ആ ഹോപ്പിൽ ആയിരിക്കുകയാണ് ഇപ്പം ഈ ഭൂമിയിൽ. എന്നാൽ ഇറ്റ് വിൽ നോട്ട് ബി ഫുള്ളി റിയലൈസ്ഡ് അൻറ്റിൽ ദ കമ്മിങ് റിസറക്ഷൻ ഓഫ് ലൈഫ്. വരാൻ പോകുന്നതായ ആ വലിയ രൂപാന്തരം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് റിസറക്ഷൻ ഓഫ് ലൈഫ് ഉണ്ടല്ലോ,
അതുവരെ പുനരുത്ഥാനം. ആ നമുക്കൊന്ന് ഒരു പതിനൊക്കെ മുകളിൽ കർത്താവിൻ്റെ ഗംഭീരനാഥത്തോട് അത് വായിക്കേണ്ട ആവശ്യം നമുക്കറിയാവുന്നതാണ്. അതെ, സ്തോത്രം. അതിനകത്തൊന്ന് ഇതൊന്ന് വായിക്കുക, അധികം വാക്യമില്ലാത്ത 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെ എന്ന് വായിച്ചേ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരെ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ഇവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യമായി ശ്വസിപ്പിച്ചു കൊള്ളുകയും. ആമേൻ. അപ്പം നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച ശനിയാഴ്ച ഇംഗ്ലീഷ് ലൈനിൽ കർത്താവിൻ്റെ നാൾ വരുന്ന ഒരു ഭാഗം ധ്യാനിക്കുകയുണ്ടായി. ടൈറ്റിൽ ഉപയോഗിച്ച 2 thieves, 2 കള്ളന്മാരെന്നുള്ളതായിരുന്നു. അത് വായിക്കാം. തെസ്സലോനിക്ക ലേഖനം ഒന്ന് വായിച്ച്. 1 തെസ്സലോനിക്കർ 5:2 വായിച്ച്. 1 തെസ്സലോനിക്കർ 5:2. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുമെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അപ്പം കള്ളൻ വരുന്നത് പോലെ. ഓക്കെ, ഇനി ഇതുകൂടെ ഒന്ന് വായിക്കും. നമ്മളത് വായിച്ചത് റെവലേഷൻ 16-15 ആയിരുന്നു. അതുകൂടെ ഒന്ന് വായിക്കാം. റെവലേഷൻ 16:15. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ നെറ്റ കാണുമാറും നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ഇവിടെ ഞാൻ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ അന്ന് ഇംഗ്ലീഷ് ലൈനിൽ യേശു കള്ളനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇല്ല, കള്ളനെ പോലെ വരുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞേക്കുന്നത്. നമ്മൾ ആ വാക്യത്തിൻ്റെ ബേസിലാണ് നമ്മളത് ധ്യാനിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതൊന്നുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഓക്കെ, ഞാനത് ഒന്നുകൂടി പറയാണ്. ഞാൻ കള്ളനെ പോലെ ഒന്ന് കർത്താവ് തന്നെ പറഞ്ഞേക്കുന്നു. നമ്മളതാണ് ടൈറ്റിൽ ഉപയോഗിച്ചത്. സ്തോത്രം. പക്ഷേ കർത്താവ് ഒരിക്കലും കള്ളനല്ല. കള്ളനെ പോലെ ഇത് മണവാട്ടിയെ കൊണ്ടുപോകാൻ അല്ലേ. അതെ, കള്ളൻ രാത്രി വരുന്നത്. ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ നാൾ വരുന്നത് വായിച്ചു. ഞാൻ കള്ളൻ രാത്രി വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ ആണ്. അപ്പം സ്തോത്രം. എന്തോ വരുന്ന സമയം അറിയുന്നില്ല. കള്ളൻ വരുന്നത് നമ്മൾ അറിയുന്നില്ല. അതുപോലെ കർത്താവ് കള്ളനെ പോലെ. ഇവിടെ അത് കർത്താവ് തന്നെ പറഞ്ഞേക്കുന്നത്. ഞാൻ കള്ളനെ പോലെ വരുന്നു നമ്മൾ പറഞ്ഞതല്ല. ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ കിടക്കുന്നു. ഓക്കെ, സ്തോത്രം. അപ്പൊ കർത്താവിൻ്റെ ഈ എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ സ്തോത്രം ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഹെയർസ് ഓഫ് എറ്റേണൽ ലൈഫ് എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. സ്തോത്രം. എറ്റേണൽ ലൈഫ് സ്തോത്രം, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. 8-ാം വാക്യം വായിക്കാം. 8-ാം വാക്യം. ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസത്തോട് സൽപ്രവർത്തികൾ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. ഇംഗ്ലീഷിൽ കൂടി വായിക്കും. സോറി. This is a faithful saying, and these things I will that thou affirm constantly, that they which have believed in God might be careful to maintain good works. These things are good and profitable unto men. അപ്പൊ നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന്. That you affirm constantly. Affirm. ചിന്തിക്കുക ദൈവമക്കളെ. അഫേം ഉറപ്പിക്കണമെന്ന്.
കോൺസ്റ്റന്റ്ലി എപ്പോഴും എപ്പോഴും പറയണമെന്ന്. ഓക്കെ, മനസ്സിലായല്ലോ? സ്വതന്ത്രം. പലയിടത്തും അറസ്റ്റ് നടക്കുന്നുണ്ട്. പെൺകുട്ടികളാണ് ഇത് ഈ കൈകൊണ്ട് എല്ലാ ദിവസവും വാർത്തകളുണ്ട് കേരളക്കരയിൽ നിന്നും. എല്ലാം ലഹരിയിൽ അടിമകളാണ് ആണ് സ്വതന്ത്രം. അപ്പം ലഹരി വസ്തുക്കളുടെ ഈ ഉപഭോഗം നിമിത്തം ദുർമാർഗവും ജീവിതവും ഇന്നത്തെ തലമുറയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു വ്യാധിയാണ് സ്വതന്ത്രം. സ്വതന്ത്രം. പണ്ട് നമ്മൾ ക്രിസ്ത്യൻ മർത്തോമ കത്തോലിക്ക വിഭാഗങ്ങളിൽ പാപമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ദോഷകരമല്ല എന്ന് വാദിക്കുന്നതാണ് ഏറ്റവും ദൗർഭാഗ്യമായി കാണുന്നത്. മനസ്സിലായോ? അതായത് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി സോഫ്റ്റ് ആക്കി, അതായത് തനിക്കും തൻ്റെ അയൽക്കാരനും ദോഷകരമല്ലാത്തത് ഒന്നും പാപമല്ല എന്നും ജീവിതത്തിൽ സന്തോഷം തരുന്ന കാര്യങ്ങളാണെങ്കിൽ വേദപുസ്തകത്തിൽ പല പ്രമാണങ്ങളുണ്ട് എങ്കിൽ തന്നെ അത് തെറ്റില്ല എന്നാണ് ഈ പോക്ക്. പക്ഷെ ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നുമില്ല, പ്രസംഗിക്കുന്നതുമില്ല. ഇല്ല. കുറെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അബ്രഹാമിൻ്റെയും യോസഫിൻ്റെയും ഏലിയാവിൻ്റെയും ഒക്കെ കുറെ കഥകൾ പറഞ്ഞുകൊണ്ട് തീരൂ. അതിൽ കൂടി നാം എടുത്ത് അതിൻ്റെ ഓരോ വശങ്ങളെടുത്ത് നമുക്ക് സ്വീകരിക്കാവുന്നതും നമുക്ക് ഉത്ബോധം കൊടുക്കേണ്ടതുമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ തീത്തോസിൻ്റെ ലേഖനത്തിലാണല്ലോ അത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ അറിയാമല്ലോ. ശാസന, ഗുണീകരണം, പ്രബോധനം, വചനം, ഇതെല്ലാം ഉണ്ട്. ഇതില്ലാത്തതൊരു പ്രസംഗമല്ല സ്തോത്രം. അത് സ്തോത്രം. അപ്പം ഇന്നത്തെ പ്രവണത ടൈം മാഗസിനിൽ വന്നത് അവർ പറഞ്ഞതെന്നറിയോ? സ്ത്രീ പുരുഷ ബന്ധത്തിൽ അർത്ഥവത്തായി തോന്നുന്ന ഒന്നിലും ഒരു തെറ്റായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ക്രിസ്ത്യൻ മേഖലയിലെ കാര്യം പറയുന്നത്. ഏത് സ്തോത്രം. അതായത് നമ്മളിതിനെക്കുറിച്ച് നമ്മൾ പോകുമ്പം ഈ സാൻമാർഗീയ പ്രമാണങ്ങളിൽ വരുത്തിയിരിക്കുന്നതായ പരിഷ്കാരങ്ങൾ ജനസമുദായത്തിന് അത് പുരോഗമനകരമായ കാര്യങ്ങൾ നല്ലതാണെന്നാണ് ചിന്തിക്കുന്നത്. പുരോഗമനപരമായ രീതിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുത്തം വന്നേക്കുന്നു ഒരു പഴഞ്ചന ആശയമായിട്ട്. ഇപ്പം ഞാനിത് പറയുന്നു എന്നിരിക്കട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാനങ്ങ് പറയാം. ഒരു പഴഞ്ഞം വന്നേക്കുന്ന ഒരുത്തം വന്നേക്കുന്നത് ഞങ്ങളെ നന്നാക്കാനായിട്ട് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ പറഞ്ഞെന്നുള്ളൂ അല്ലെ അർത്ഥത്തിലല്ലേ ഈ പറയുന്നത്? ചിന്തിക്കണം. ഒരുത്തം വന്നേക്കുന്ന ഒരു പഴഞ്ചൻ ഇന്നത്തെ കാലത്തിന് പറ്റിയ ആളല്ല എന്ന് എഴുതിത്തള്ളു. ഇന്നലെ നമ്മൾ ധ്യാനിച്ച പോലെ ബിലിയാമിനോട് ദൈവം പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. നിർബന്ധം കൂടിയപ്പം കർത്താവ് കണ്ണടച്ചു പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ദുരന്തങ്ങൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഭക്തൻ മരിക്കുന്നവർ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റൂ? നടക്കൂ? കർത്താവ് പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഭക്തൻ മരിക്കുന്നവർ മരിക്കും പറഞ്ഞ് മരിച്ചോ? സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ. കർത്താവ് പോകരുതെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ ഭക്തൻ മരിക്കുന്നവർ മരിക്കട്ടെ, മരിച്ചു, കൊല്ലപ്പെട്ടു. വെരി സിമ്പിൾ. ഹല്ലേലൂയ. നമ്മുടെ പെന്തിക്കോസ്ത് മേഖലകളിൽ, അതായത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അവലംബിച്ചു പോന്നിരുന്നതായ പ്രമാണങ്ങളിൽ നിന്നും എത്രയോ മാറി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ പറഞ്ഞ പദം തന്നെ എടുത്തുകൊണ്ട് പറയാം, കോൺസ്റ്റന്റ്ലി. ഓക്കെ, ആരും എന്നോട് വെറുക്കണ്ട, ആരും എന്നോട് തർക്കിക്കാൻ വരണ്ട. ഇപ്പം വായിച്ച 8-ാം വാക്യത്തിൽ കോൺസ്റ്റന്റ്ലി, ആഭരണം ധരിക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ദൈവമക്കൾ ഇന്ന് ആഭരണം ഇട്ടുകൊണ്ട് സ്ഥാനപ്പെടുത്തുന്ന മേഖലയിലോട്ട് വന്നു. അപ്പം ഞാൻ ഈ വചനം വെച്ചുകൊണ്ടാണ് നിങ്ങളെ അഫേം കോൺസ്റ്റന്റ്ലി. ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്.
കല്ലേറ് കിട്ടുമെന്ന് എനിക്കറിയാം, ചിലപ്പോൾ കല്ലേറ് ആയിരിക്കാം. കാര്യം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. Affirm constantly. That's what I am doing. Okay. That they which have believed, that you affirm constantly. Hallelujah. സ്തോത്രം. അപ്പം പുരോഗമനപരമായ ആശയങ്ങൾ ഈ ദൈവ പ്രമാണത്തിലോട്ട് കൂട്ടിക്കലർത്തരുത് കേട്ടോ. ഒരിക്കലും ചെയ്യരുത്. നെവർ ഡു ദാറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് സ്തോത്രം. ഞാനൊരു കാര്യം ഇങ്ങനെ ചിന്തിക്കായിരുന്നു. സ്തോത്രം. അതായത് ബില്ലിഗ്രഹം ഒരു തൻ്റെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ താൻ പറഞ്ഞായിരുന്നു. അതായത് ഇങ്ങനെ ഞാൻ ഓർക്കുകയായിരുന്നു അതിനെക്കുറിച്ച്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയാൻ പറ്റുള്ളൂ. സ്തോത്രം. അദ്ദേഹം ബില്ലിഗ്രഹം മരിച്ചുപോയി. സ്തോത്രം. നമ്മൾ സഭകളിൽ ഇപ്പോൾ പറയാറില്ല. ഇല്ല, അത് ബില്ലിഗ്രഹം ഒരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്ററാണ്, നമുക്കറിയാമല്ലോ. ഓക്കെ. അദ്ദേഹം വലിയ ദൈവദാസനാണ്, എല്ലാവരും അറിയപ്പെടുന്ന, എല്ലാവർക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്തോത്രം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വസ്ത്രധാരണത്തിൽ നിങ്ങൾക്ക് പാപം ചെയ്യാവുന്ന കാര്യം അദ്ദേഹം പറയണം. നമ്മളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയാറില്ലല്ലോ പെന്തക്കോസ്തിൽ. ഇല്ല. ഇനി ബില്ലിഗ്രഹം പറഞ്ഞ് ഞാനങ്ങ് പറയാം. പുരുഷന്മാർക്ക് പരീക്ഷ ഉണ്ടാകുന്ന രീതിയിൽ സ്ത്രീകൾ വസ്ത്രധാരണം ചെയ്യുന്നത് ദൈവത്തോടും മനുഷ്യരോടും പാപം ചെയ്യുന്നതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞതല്ലേ? ബില്ലിഗ്രഹം പറഞ്ഞാണ്. ബില്ലിഗ്രഹം പറഞ്ഞാണ്. അപ്പൊ ദൈവത്തോടും മനുഷ്യരോടും പാപം ചെയ്യുന്നതിന് തുല്യമാണ്. അദ്ദേഹം പറയുന്നു, ഒരു യുവതി അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിൽ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അപ്പൊ ചില ദിവസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി ഒരു പ്രത്യേക വിരുന്നിനായിട്ട് ക്ഷണിക്കപ്പെട്ടു. അന്നേരം അവൾ മുമ്പ് ധരിച്ചിരുന്നത് പോലെ പ്രത്യേക വസ്ത്രങ്ങൾ, അതായത് മിനി സ്കർട്ട് ഇട്ടുകൊണ്ട് അതായത് ആ വിരുന്നിന് അവളോട് ചെല്ലുന്നു. വിരുന്ന് എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ രീതി പറഞ്ഞാൽ കല്യാണ പാർട്ടി എന്ന് കൂട്ടിക്കും, വാട്ടവരട്ടീസ്, അല്ലെ ബർത്ത്ഡേ പാർട്ടി, എന്തെങ്കിലും ആട്ടെ. അപ്പം അവൾ പണ്ട് ധരിച്ചിരുന്ന ആ വേഷം ധരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അവളോട് സംസാരിക്കുന്നു. ബില്ലിഗ്രഹം പറഞ്ഞ കാര്യങ്ങളായി പറയുന്നത്. ഓക്കെ. സാറാമ്മ, ഞാൻ ടൈം മുന്നോട്ട് പോയി ഓർമ്മിക്കും. ചിലപ്പോൾ ഞാനിത് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ സമയം നോക്കത്തില്ല. എൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് ഈ ഉണ്ടല്ലോ ക്ലോക്കിലോട്ട് നോക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയാണ് പോകും. ചിലപ്പോൾ ഞാൻ ക്ലോക്കെ നോക്കാറില്ല. അതുകൊണ്ട് സാറമ്മ എന്നെ ഓർപ്പിച്ചേക്കണം കേട്ടോ. സമയം അഥവാ മുന്നോട്ട് പോയെങ്കിൽ മുൻകൂട്ടി. എനിക്കിപ്പോൾ ഞാൻ സമയം നോക്കി. എനിക്കറിയാം 30 ആകുമ്പോൾ നിർത്തും. 7:30 ആകുമ്പോൾ നമ്മുടെ സമയം ഈസ്റ്റേൻ്റെ 7:30. ഐ നോ ദാറ്റ്. ഓക്കെ. അല്ല, അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓർമ്മിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പം സ്തോത്രം. അപ്പം ഈ പെൺകുട്ടി ദൈവാത്മാവോട് സംസാരിക്കുന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധമുണ്ടായി, ഞാൻ ചെയ്തത് തെറ്റാണ്. രക്ഷിക്കപ്പെട്ട പെൺകുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. സ്നാനപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ട കാര്യമാണ് പറയുന്നത്. ബില്ലിഗ്രഹം പറയുന്നത് അന്ന് മുതൽ ആത്മാവ് സംസാരിച്ചപ്പോൾ അന്ന് മുതൽ എൻ്റെ വസ്ത്രധാരണം വ്യത്യാസമുള്ളതായി തീർന്നു. എപ്പോഴും ദൈവാത്മാവ് സംസാരിച്ചപ്പോൾ. അപ്പോൾ അവൾ ഈ പെൺകുട്ടി പറയും, യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ യോഗ്യമില്ലാത്ത വിധത്തിലുള്ള വസ്ത്രം ഞാൻ ധരിക്കത്തില്ല എന്ന് ഞാൻ തീർച്ചയാക്കി എന്നവൾ പറഞ്ഞു. കണ്ടോ? ഇതാര് പറയുന്നു? ബില്ലിഗ്രഹം പറയും. നമ്മൾ പറയൂ, നമ്മുടെ പ്രസംഗത്തിൽ പറയൂ, നമ്മുടെ സഭായോഗത്തിൽ പറയൂ, നമ്മുടെ കൺവെൻഷൻ യോഗങ്ങളിൽ പറയൂ.
ഒരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ ബില്ലി ഗ്രഹാം തൻ്റെ ബുക്കിൽ എഴുതിയ കാര്യമാണ് ഞാനീ പറഞ്ഞത്. മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു എന്നും വേണമെങ്കിൽ ക്ലെയിം ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, റൈസ് ദ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് കിട്ടിയാൽ വായിക്കണം. മാറാനാൾ വോയിസിൽ വരും, 1-2 ആഴ്ച കഴിഞ്ഞ് പബ്ലിഷ് ചെയ്ത് വരും. ലോവർ ദ സ്കട്ട്. ലോവർ ദ സ്കട്ട് എന്ന് പറഞ്ഞാൽ മുട്ടിന് മേള് വരെയുള്ള ഉടുപ്പ് മാറ്റിയിട്ട് താഴെ വരെയുള്ളത്, പാദം വരെയുള്ള ഉടുപ്പിടാൻ. അങ്ങനെ റൈസ് ദ സ്റ്റാൻഡേർഡ്. വാട്ട് ഇസ് ദ സ്റ്റാൻഡേർഡ്? ക്രിസ്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റൈസ് ദ സ്റ്റാൻഡേർഡ്, ലോവർ ദ സ്കട്ട്. ദാറ്റ്സ് എ ടോപ്പിക്, ദാറ്റ്സ് എ ടൈറ്റിൽ. ഓക്കെ, ഐ ഹോപ്പ് നോബഡി വിൽ ത്രോ സ്റ്റോൺ ഓൺ മീ. ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അതിൽ ഞാനിപ്പോൾ ലോകത്തിന് മുമ്പ് മുഴുവനായിട്ട് എഴുതി അത് ലേഖനം എഴുതിയേക്കുന്നത് ഓൾ ഓവർ ദ വേൾഡ്. എനിക്കിതിൽ ഭയമൊന്നുമില്ല. ഓക്കെ, കർത്താവിൻ്റെ കൃപയാൽ ഇന്നും മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ്. എനിക്കിപ്പോഴും അറിയാം. ഞാൻ പണ്ടിവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത്, സ്നാനപ്പെട്ട സമയത്ത് 2 അമ്മച്ചിമാർ അങ്ങ് ഇവിടുന്ന് ചിക്കാഗോയിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 70 മൈൽ ദൂരെ വിസ്കോൺസിൻ ബോർഡറിൽ ഒരു വീട്ടിൽ വെച്ച് ഒരു മീറ്റിങ്ങിൽ നടക്കുമ്പോൾ 2 അമ്മച്ചിമാരുണ്ടായിരുന്നു. എനിക്ക് അവരെ യാതൊരു പരിചയമില്ല. ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയാണ്, എന്നോട് പറഞ്ഞൊരു അന്ന് പറഞ്ഞ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഇപ്പോഴേ എനിക്കത് മനസ്സിലാകും. കാര്യം അന്ന് എന്നോടൊരു ദൂത് പറഞ്ഞു, മോനെ നിന്നെ വിളിച്ചിരിക്കുന്ന യെരമ്യാവിനെ പോലെയാണെന്ന് ഇവർ പറയുന്നു. എനിക്കന്ന് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഞാൻ രക്ഷിക്കപ്പോൾ സ്ഥാനപ്പെട്ട അങ്ങോട്ട് വന്ന സമയം അമ്മച്ചിമാരെന്നോട് പറയോ 2 പേര്, മോനെ നിന്നെ വിളിച്ചിരിക്കുന്നത് യെരമ്യാവിനെ വിളിച്ച പോലെയാണെന്ന്. എനിക്കെൻ്റെ യാതൊരു അർത്ഥവും പിടികിട്ടിയില്ല. ഇപ്പം എനിക്കറിയാം, അതിനോട് എന്നെ കല്ലെറിയുന്നുണ്ട്. എനിക്കറിയാം യെരമ്യാവിനെ പോലാണെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. ആ അമ്മച്ചിമാർ പറഞ്ഞു വെച്ച പ്രവചനം ഞാൻ ഈ പറയുന്നത് 50 വർഷത്തിന് മുമ്പ് അവർ പറഞ്ഞ പ്രവചനം ഞാൻ ഇപ്പോഴേ എനിക്ക് മനസ്സിലാകുന്നത്. യെസ്, ഐ നോ ദാറ്റ്. അല്ലേ സ്വതന്ത്രം. അപ്പം ഞാനൊരിക്കലും എല്ലാവരോളം ദൈവിക മൂല്യം കോൺസ്റ്റന്റ്ലി, ഇപ്പം പറഞ്ഞ് വായിച്ച പോലെ അഫേം കോൺസ്റ്റന്റ്ലി, അഫേം, യെസ്, അത് തർപ്പിച്ച് തന്നെയാണ് പറയുന്നത്. സ്വതന്ത്രം. ബില്ലി ഗ്രഹാം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ബില്ലി ഗ്രഹാം പറഞ്ഞത് അശുദ്ധമായ ചിന്തകൾ ഉളവാക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നത് തെറ്റ്, ചിത്രങ്ങൾ നോക്കുന്നത് തെറ്റ്, അതൊക്കെ ദൈവത്തോട് പാപം ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രസംഗം എങ്ങനെയാണ് ദൈവമക്കളെ? ചിന്തിക്കണം. സ്തോത്രം. അതെ. അപ്പം ആ ചിന്തകളെ നമ്മുടെ ദോഷമുള്ള വഴികളിലേക്ക് നയിക്കുന്നു. സ്തോത്രം. ന്യായവിധി ദിവസത്തിൽ, ഇപ്പൊ കൃപാസനത്തിലിരിക്കും, ന്യായവിധി ദിവസത്തിൽ നാം കണക്ക് കൊടുക്കേണ്ടവരെ ആണ്. കണക്ക് കൊടുത്തേ പറ്റൂ. സ്തോത്രം. അതെ. നമ്മുടെ നിരൂപണങ്ങൾ, നമ്മൾ 36:5 വായിച്ച സൗകര്യ, 36:5 വായിച്ചേ. 36:5 മനുഷ്യന്റെ ദുഷ്ടത, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളും നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അതെ, സ്തോത്രം. ഇന്നത്തെ അമേരിക്കയിലെ യുവാക്കന്മാർ സ്വാതന്ത്ര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ ഐഫോണുണ്ട്. ഞാൻ നിങ്ങൾക്ക് കൂടെ പറയാൻ കൊള്ളത്തില്ല. ഈ ഐഫോൺ ഒരു വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. വാർത്തകൾ, കാലാവസ്ഥ,
വരാൻ പോകുന്ന കാലാവസ്ഥ എല്ലാം ഈ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്നു എന്നെല്ലാം കാര്യങ്ങൾ നമുക്ക് കണ്ടുവാൻ. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിലൊരുപാട് ദൂഷ്യങ്ങളുണ്ട്. നമ്മൾ കേൾവിയില്ലാത്ത പല കാര്യങ്ങൾ ഇതിൽ അന്തർലീനമായിട്ട് കിടപ്പുണ്ട്. അത് എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ആ ഒരു കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറയിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ വാർത്തകൾ തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വാർത്തകളാണ്. പ്രായമുള്ള ഒരു ചെറുപ്പക്കാരെ പീഡിപ്പിക്കുന്നു. 2-3 കുട്ടികളുള്ള തള്ളമാർ പിള്ളേരെ ഇട്ടേച്ച് ചെറുപ്പക്കാരെ യുവാക്കന്മാരോട് ഒളിച്ചോടി പോകുന്നു. എത്രയോ വാർത്തകൾ ഇത് വായിക്കുന്നത്. പണ്ടൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. എന്തോ അപ്പം ഇതൊക്കെ ഈ ഐഫോൺ ഉണ്ടല്ലോ, ഒരുപാട് ഈ നമ്മുടെ കുട്ടികളിപ്പം വളർന്നു വരികയാണ്. കൊച്ചു മക്കളുമൊക്കെ ഉണ്ട്. ഇവരെല്ലാം ഐഫോണുണ്ട്. കൊടുക്കാതിരിക്കാൻ പറ്റും. ഇവരെന്തൊക്കെ കാണിക്കുന്നത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം? അറിയത്തില്ല. വീടുണ്ടോ? ഓക്കെ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളേ. ഓക്കെ, ദൈവമക്കൾ ഓർക്കണം. അപ്പം സ്തോത്രം. അതെ, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ പോലെ ദോഷങ്ങൾക്ക് വിരോധമായി ശബ്ദം ഉയർത്തുന്നതിന് പകരം നാം നമ്മുടെ സുവിശേഷത്തെ കാലോചിതമാവണ്ണം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സുവിശേഷത്തെ നാം പരിഷ്കരിക്കുന്നെന്ന് ആഭരണം ഇട്ടോ, സാധനപ്പെടുത്തി തരാം, നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. ബന്ധക്കോസിലെ പാസ്റ്റേഴ്സ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊന്നും ഉണ്ടാക്കിയൊന്നും പറയുന്നതല്ല. ഏത് ഡ്രസ്സ് കിട്ടോ, അതാ ഞാൻ പറഞ്ഞത്. എന്ത് ദൈവമേ, അതാ പറഞ്ഞത്. സുവിശേഷത്തെ കാലോചിതമാവണ്ണം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനുള്ള വെല്ലുവിളിയാണ്. എത്ര പരിതാപകരമാണ് ദൈവമക്കളെ. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച പോലെ വ്യാഴാഴ്ച ആദാം മുതൽ നോഹ വരെ 10 തലമുറയാണ്. നിങ്ങൾ ഗൂഗിളിലെടുത്ത് സെർച്ച് ചെയ്ത് നോക്ക്. ഇന്ത്യയിലെ ജനസംഖ്യ ഇന്ന് 150 കോടി, 145 കോടി. ചൈനയിലും അത്രയുണ്ട്. ഈ 2 രാജ്യങ്ങളുടെ ജനസംഖ്യ 145 അല്ലേ, 290 കോടി. അന്ന് നോഹയുടെ കാലത്ത് 290 കോടി ജനമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ, ഗൂഗിളിൽ കിടപ്പുണ്ട്, സെർച്ച് ചെയ്ത് നോക്ക്. ആ 290 കോടി ഇന്ത്യയിലെയും ചൈനയിലെയും ജനമായിരുന്നു ദ ഹോൾ ലോകത്തിലുണ്ടായിരുന്നു. 120 വർഷം നോഹ പ്രസംഗിച്ചു. എത്ര പേരെ രക്ഷപ്പെട്ടത്? 8 പേര്. കണ്ടോ? ചിന്തിക്കണം ദൈവമക്കളെ. എന്തല്ല ഇവിടെ കാര്യം കേട്ടോ. നമ്മുടെ മൈനോറിറ്റി ആയിരിക്കാം, വിലയുള്ളൂ. അതാ പറഞ്ഞത്. സ്തോത്രം. സാൻമാർഗീയ അധംപതനം അവരുടെ ഭാവിയെ ഇരുട്ടിലേക്ക് നയിക്കുകയാണ്. നാം കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളാണ്. പക്ഷെ നമ്മുടെ ഭാവി എന്തോ? നമുക്ക് സ്വർഗ സിയോനിൽ പോകണം, അല്ലെങ്കിൽ യെരുശലേമിൽ പോകണം, പുതിയ യെരുശലേമിൽ പോകണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഇതിനെ നശിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളിലും നാം ഇപ്പം വായിച്ച പോലെ അഫേം കോൺസ്റ്റന്റ്ലി. അഫേം, 2 കാര്യം. അഫേം, ഒരു ദൈവദാസൻ അല്ലെ ഒരു ദൈവദാസി, ഇതിൽ യാതൊരു മാറ്റവും വരുത്തരുത്. അഫേം തറപ്പിച്ചു പറയണമെന്ന്, തറപ്പിച്ചു പറയണം.
എങ്ങനെ? കോൺസ്റ്റന്റ്ലി. അല്ലേ, ഞാൻ പറഞ്ഞതല്ലേ, പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിലെ കാര്യം ഞാനീ പറയുന്നത്. ഞാൻ കൈ നീട്ടുന്നതല്ല പറയുന്നത്. അപ്പം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും ഇന്നത്തെ ധാർമ്മിക നിലയെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നത് പരിതാപകരമാണ്. പാപം നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാര്യം അവരുടെ ഹൃദയം കഠിനമായി കിടക്കുന്നു. അപ്പൊ ദുർമാർഗ നടപടികളോട് നാം പരിചയിച്ചു പോയതുകൊണ്ട് അവ ദോഷകരമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിവില്ലാതെ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുമല്ലോ, ഞാൻ എപ്പോഴും എന്നെ ചിന്തിപ്പിക്കും. ഞാൻ 2 മിനിറ്റ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഈ എക്സസൈസ് ചെയ്യുന്ന ഇവിടെ പോകാറുണ്ട്. LA ഫിറ്റ്നസ് സെൻ്റർ, അവിടെ ഞാൻ പോകുന്നത്. LA ഫിറ്റ്നസ് സെൻ്റർ നിങ്ങളുടെയും കാണുമായിരിക്കും. ഓക്കെ, അവിടെ ഇന്നത്തെ കാലത്ത് മുസ്ലിം പെൺകുട്ടികളൊക്കെ എക്സസൈസ് ചെയ്യാൻ വരും. ഞാൻ ഓർക്കുന്നത് അവർ ഉണ്ടല്ലോ, നമ്മൾ സമായോഗത്തിൽ പോലും തലേ തുണിയിടത്തില്ല. ഈ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ തലേ തുണിയിട്ടുകൊണ്ട് അവർ എക്സസൈസ് ചെയ്യുന്നത്. അവർക്കത് ചെയ്യാനൊരു കുഴപ്പമില്ലല്ലോ. എല്ലാ ഫിറ്റ്നസ് സെൻ്ററിനോട് ഞാൻ മിക്കവാറും പോകുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ പെൺകുട്ടികൾ തലേ തുണിയിട്ടുകൊണ്ട് അവർ എക്സസൈസ് ചെയ്യുന്നത്. അന്നേരം അങ്ങനെയൊന്നും തുണി ഇല്ല, ചെയ്യത്തില്ല. അപ്പൊ അവരെ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ്. നമ്മളന്ന് ഇങ്ങനെയായി പോയത്. തിങ്ക് അബൌട്ട് ദാറ്റ് ദൈവമക്കളെ. ഞാൻ ഉള്ള കാര്യമില്ലേ പറഞ്ഞത്, ഇല്ലാത്തവരെ ഞാൻ പറഞ്ഞു. അമേരിക്ക നടക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. തിങ്ക് അബൌട്ട് ദാറ്റ്. എന്താ നമ്മളന്ന് എങ്ങനെയായി പോയത്? നമ്മുടെ പെൺകുട്ടികൾ മുട്ടിന് വേണമെന്ന് ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്നിട്ട് പിന്നെ കർത്താവിൻ്റെ പേരിൽ എടുക്കപ്പെടുമോ? വിളിക്കാൻ പറഞ്ഞല്ലോ. ഒരു പെൺകുട്ടി രക്ഷിക്കപ്പെട്ടു വന്നപ്പം ദൈവാത്മാവ് സംസാരിക്കുന്നു, ദാറ്റ്സ് നോട്ട് റൈറ്റ് പറഞ്ഞല്ലോ. ഞാൻ നിർത്തും. അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച ബാക്കി നമുക്ക് സംസാരിക്കാം. അഫേർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സാറാമ്മ, ബിജു സഹോദരി, പെണ്ണമ്മ സഹോദരി, എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.